റൂഹിന്റെ പാതി. രചന നുസ്ര അക്ബർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്ക്. ഫ്ലൂയിഡ് ലീക്കായേക്കും ബേബി. അവൾ നിറകണ്ണുകളോടെ വയറിൽ കൈത്താങ്ങി അവനെ നോക്കി. അപ്പോഴേക്കും സുബൈദരീഹ അകത്തിന്ന് ഓടി വന്നു. അവളെ നോക്കി വേഗം കാറിന്റെ കീ എടുക്കാൻ പറഞ്ഞു. അവൻ ഡോർ തുറന്ന് അവളെ സീറ്റിലേക്ക് കിടത്തി. അപ്പോഴേക്കും അവൾക്കൊപ്പം സുബൈദയും കയറി. അകത്തുനിന്ന് കീയുമായി ഓടി വന്ന റീഹയുടെ കയ്യിലേക്ക് തന്റെ കാർഗോ ബാഗ് വെച്ച് കൊടുത്ത് കീയും വാങ്ങി അവൻ വണ്ടിയെടുത്തു. ആമിയുടെ കണ്ണുനീരും ഞരക്കവും പതിയെ വണ്ടിയിൽ മുഴങ്ങി. ഷിബിയുടെ കാലുകൾ ആക്സിലേറ്ററിൽ ശക്തിയിൽ അമർന്നു. തന്റെ വേദനയെ അവൾ പിടിച്ചു വെച്ചാണെന്ന് തോന്നിപ്പോയി അവന്. ഹോസ്പിറ്റലിലെത്തിയതും അവൾ നേരെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതും നിറകണ്ണുകളോടെ സുബൈദ ഷിബിയെ നോക്കി. അവൻ നിർവികാരനായി അവരെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. നമ്മുടെ ഷാഹിയുടെ അവർ വാക്കുകളില്ലാതെ വിതുമ്പി. അറിയാവും നീ അസുലെല്ലാം എന്നെ അറിയിച്ചിരുന്നു. മനഃപൂർവ്വം വരാതിരുന്ന അവന്റെ വിയോഗം എനിക്ക് താങ്ങാൻ കഴിയില്ല ഉമ്മി. അവന്റെ കണ്ണുകളിലും നനവ് പടർന്നിരുന്നു. എപ്പോഴോ അസ്ലുവിന്റെ വാക്കിൽ നിന്നും കേട്ട ഒരു കുഞ്ഞു മുഖം എന്റെ സ്വപ്നങ്ങൾ കയറിക്കൂടിയിരുന്നു. ഞാൻ കരുതി ആമിയുടെ ഡെലിവറി, പക്ഷെ അസ്ലൊന്നും പറഞ്ഞില്ല. അലയിലും വിളിച്ചിട്ടിപ്പോൾ കുറച്ചായി. വന്ന് ഗേറ്റ് തുറന്നപ്പോഴാ ആമി വേദന കൊണ്ട്. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അസ്ലു, നാച്ചു, ആയിഷ, അബ്ദുവും കുടുംബത്തിലെ എല്ലാവരും അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. തന്റെ കുടുംബത്തിലെ ആദ്യ കൺമണിയെ വരവേൽക്കാനായി. അസ്ലു ടെൻഷനോടുകൂടി ഡോറിന് മുമ്പിൽ നിന്നു. അവന്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു ഷിബിക്കും. ആമിയുടെ നിറകണ്ണുകളും അലർച്ചയും ആ കുഞ്ഞു മുഖവും മാറി മാറി അവന്റെ മുന്നിൽ തെളിഞ്ഞു. അവൻ ശക്തിയിൽ കണ്ണുകൾ അടച്ചു. അഷ്മി മേഡം പ്രസവിച്ചു കേട്ടോ, ആൺകുഞ്ഞാ. വാതിൽ തുറന്ന് നഴ്സ് വന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോട് അകത്തേക്ക് നടന്നു. എല്ലാവരുടെയും മുഖത്ത് ആനന്ദത്തിൽ നിറഞ്ഞ പുഞ്ചിരി തെളിഞ്ഞു. അസ്ലുവിന്റെ കാപ്പിക്കണ്ണുകൾ വികസിച്ചു. താടിയും രോമങ്ങളാൽ മറക്കപ്പെട്ട മുഖത്ത് നുണക്കുഴി വിരിച്ചുകൊണ്ട് അവൻ ചിരിച്ചു. തന്റെ എല്ലാ ദുഃഖങ്ങളെയും മനസ്സിൽ നിന്നും പടിയിറക്കാനെന്ന പോലെ. ഉടനെ ഒരു കുഞ്ഞു ടർക്കിയിൽ പൊതിഞ്ഞ നേഴ്സ് കുഞ്ഞിനെ കൊണ്ടുവന്നു. എല്ലാവരുടെയും കണ്ണുകളും സുബൈദയിൽ ഉടക്കി. എന്നാൽ തനിക്കൊപ്പുറം നിന്ന് കുഞ്ഞിനെ എത്തി നോക്കുന്ന ഷിബിയെ കണ്ടതും അവർ മാറി നിന്ന് അവനെ നോക്കി. സുബൈദ നോക്കുന്ന കണ്ട് എല്ലാവരും ഷിബിയെ നോക്കി. അവനൊന്നും മനസ്സിലാവാതെ സുബൈദയെയും. അസ്ലുവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി മുട്ടിട്ടു. വന്നെടുക്കണ നിന്റെ മോനെ. അസ്ലു അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവൻ മേലെ കാലടികൾ വെച്ച് ആ കുഞ്ഞിന്റെ അടുത്തേക്ക് നീങ്ങി. എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയതും പുഞ്ചിരിയോടെ തനിക്കുള്ള അനുവാദം ആ മുഖത്തെല്ലാം അവൻ കണ്ടു. കുഞ്ഞിന്റെ അടുത്തേക്ക് എത്തിയതും നേഴ്സ് അവനെ കയ്യിലേക്ക് നീട്ടിയതും അവൻ കൈ രണ്ടും തന്റെ പാന്റിൽ നന്നായി തുടച്ച് വിറയലോടെ അവനെ കയ്യിൽ വാങ്ങി. അവന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി ആ കുഞ്ഞു മുഖത്തേക്ക് പതിച്ചു. അവൻ വെപ്രാളത്തോടെ സുബൈദയെ നോക്കിയതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു. അവൻ മേലെ ആ കുഞ്ഞു നെറ്റിയിലേക്ക് അവന്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. തന്റെ മോൻ. അസ്ലുവിന്റെ ആ വാക്ക് അവന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അതെ, ഇവൻ എന്റെ മോനാണ്. അസ്ലുവിൽ നിന്ന് കേട്ട വാക്കുകളിൽ ഈ കുഞ്ഞുമുഖം എന്തോ തനിക്കുള്ളിൽ പതിഞ്ഞതാണ്. തന്റെ ഷാഹിയുടെ മോൻ. അവൻ വീണ്ടും കണ്ണുകളടച്ച് സുഖമായി ഉറങ്ങുന്ന ആ പൈതലിലേക്ക് നീണ്ടു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ നേഴ്സിനെ നോക്കി. ആമി, മേഡത്തിന് കുഴപ്പമൊന്നുമില്ല, മയക്കത്തില്ല. അവർ പുഞ്ചിരിയോടെ പറഞ്ഞതും അവന്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. അബ്ദുള്ള അവന്റെ വലതുകാതിൽ ബാങ്ക് വിളിച്ചു. സുബൈദ കുഞ്ഞുനാക്കിൽ മധുരം പുരട്ടി. എല്ലാവരും കൗതുകത്തോടെ നോക്കി നിന്നു. ഷിബി, ഇവനെ നമ്മളെ എന്ത് വിളിക്കും? സുബൈദ അവനെ നോക്കി. അവൻ നേരെ തിരിഞ്ഞ് അസ്ലുവിനെ നോക്കി. അവന്റെ ആ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. അല്പം പരിഭ്രമത്തോടെയാണെങ്കിലും നാച്ചുവിന്റെ സഹായത്തോടെ ആ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി. എന്നേക്കാൾ അവകാശം നിനക്കാ. പൊന്നുപോലെ ഇവനെ അവിടെ വയറ്റിൽ വളർത്തിക്കൊണ്ടുവന്ന് നീയല്ലേ. അവൻ അസ്ലുവിനെ നോക്കി. നാച്ചു കൗതുകത്തോടെ അസ്ലുവിന്റെ കയ്യിലെ കുഞ്ഞിനെ നോക്കി. അവന്റെ കുഞ്ഞി കയ്യിൽ പതിയെ വിരലോടിച്ചു. അവരുടെ കണ്ണുകളും ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ടിരുന്നു. അസ്ലു. ഷിബി അവനെ നോക്കി. അപ്പോഴും അവന്റെ കണ്ണുകൾ ആ കുഞ്ഞു മുഖത്തായിരുന്നു. ആദം, നസർ ആദം ഹമൂദ്. അസ്ലു അവനെ നോക്കി പേര് വിളിച്ചു. എല്ലാവരുടെയും ചുണ്ടുകളും ആ നാമം ഒന്ന് ഉരുവിട്ടു. നസർ ആദം ഹമൂദ്. അസ്ലു അവന്റെ കുഞ്ഞിക്കൈയിൽ ചുംബിച്ച് നാച്ചുവിനെ നോക്കി. അവൾ അവനെ നോക്കി. ആ കുഞ്ഞു മുഖത്തേക്ക് തന്റെ മുഖം അടുപ്പിച്ച് അവൾ ആ കുഞ്ഞു വിരലിൽ ചുണ്ടിയേർത്തു. ഇനി തന്നോളൂ, കുഞ്ഞിനെ ഫീഡിക്കാൻ കൊടുക്കണം. നേഴ്സ് അവരെ നോക്കി പറഞ്ഞു. അസ്ലു അവൻ അവർക്ക് കൈമാറി. അവനെയും കൊണ്ട് അകത്തേക്ക് നടന്നു. എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി നിറഞ്ഞു. ഒരു കാർമേഘമൊഴിഞ്ഞ പ്രതീതി. ഷാഹിയുടെ കുഞ്ഞ് അവന്റെ പുനർജന്മമാണ് ആദമിലൂടെ. അസ്ലുവിന്റെ മനസ്സ് വല്ലാതെ തുടിച്ചുകൊണ്ടിരുന്നു. ഫറ, എണീക്കുന്നില്ലേ? സമയത്രയുന്ന വിചാരം. തളർന്നുറങ്ങുന്ന അവളെ മെല്ലെ തട്ടിക്കൊണ്ട് ശിവ വിളിച്ചു. അവൾ കണ്ണുകൾ തിരുമ്മി നിറവരിൽ കൈ താങ്ങി മെല്ലെ എണീറ്റിരുന്നു. ശിവേട്ടൻ പോവാനായോ? ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. അവൾ കണ്ണാടിക്കുമ്പിൽ നിന്ന് ഷർട്ട് ഇൻ ചെയ്യുന്ന അവനെ നോക്കി പറഞ്ഞു. ഫുഡൊക്കെ ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ചെന്ന് ഫ്രഷായി വേഗം എടുത്ത് കഴിക്കാൻ നോക്ക്. എനിക്ക് നേരത്തെ ഇറങ്ങണം, ഒരു സർജറി ഉള്ളതാണ്. അവൻ ടേബിളിൽ വെച്ച സ്റ്റെസ്കോപ്പ് കഴുത്തിലിട്ടുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഇന്നും ലേറ്റ്. അവൾ അവനെ നോക്കിയൊന്ന് മൂളി. ഇല്ലടാ, നേരത്തെ ഇറങ്ങും. നിന്നെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കിരുത്താനൊക്കെ ഇല്ലല്ലോ. പോവാതോ ഇല്ലോന്ന് കരുതിയ. അമ്മെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഹാളിലെ ചുമരിൽ അച്ഛന്റെ ഫോട്ടോയുടെ കൂടെ മാറിയിട്ട് വെച്ച കല്യാണിയുടെ പുഞ്ചിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കി അവൻ നിന്നു. ശിവേട്ട,
പിന്നിൽ നിന്ന് അവളുടെ സാമീപ്യം അറിഞ്ഞു അവൻ കണ്ണുകൾ തുടച്ച് പുഞ്ചിരിയോടെ അവളെ നോക്കി. വീർത്തു നിൽക്കുന്ന അവളുടെ വയറിനുമ്പിൽ കുനിഞ്ഞിരുന്ന് അവൻ മേലെ ചുണ്ടുകൾ ചേർത്തു. വേഗിങ് വായോ, അപ്പയമ്മയോട് തനിച്ചേ ഉള്ളൂ. കുസൃതിയോടെയാണ് പറയുന്നതെങ്കിലും അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയത് അവൾ കണ്ടിരുന്നു. അവന്റെ തലമുടിയിൽ കൈകോർത്ത് കണ്ണടച്ചവൾ നിന്നു. ഒന്നും വേണ്ടായിരുന്നു അല്ലേ ഫറ? അവൻ എണീറ്റ് അവളുടെ തോളിലൂടെ കൈയിട്ട് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി. അവൻ നിസ്സംഗ ഭാഗത്തോടെ അവനെ നോക്കി. ഈ സമയത്തൊക്കെ നിന്നെ കെയർ ചെയ്യാൻ എത്ര ആളുകൾ ഉണ്ടാകുമായിരുന്നു എനിക്ക് ചുറ്റും. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചേനെ അവർ നിന്നെ. എല്ലാം ഉപേക്ഷിച്ചത് വേണ്ടായിരുന്നു തോന്നില്ല വേണ്ട നിനക്ക്. അവൻ അവളെ ഇമച്ചിമാ നോക്കി. തോന്നിയിട്ട് കാര്യമുണ്ട്, ഇനി വയറ്റിൽ ഇതായി പോയില്ലേ? അവൾ കുസൃതി നിറഞ്ഞ മുഖത്തോടെ അവന്റെ കവളിൽ പിടിച്ച് വലിച്ചു. നിനക്കെങ്ങനെ ഇങ്ങനെ കൂളാവാൻ കഴിയുന്നു? അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. ആയല്ലേ ഒക്കെ ഒന്നും പഴയതുപോലെ ആവില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ട് അറിയാം. പിന്നെ എന്തിനാ വേണ്ടാത്ത ആഗ്രഹങ്ങൾ ഓർമ്മകളെല്ലാം കൊണ്ടുനടക്കുന്നത്? ഇന്നലെ ജീവിക്കുക, ഇന്നലെ ഓർത്ത വേദനകൾ മാത്രമേ ഉണ്ടാവൂ. അവൾ ഈറനണിഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഞാനുണ്ടടി, എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം ഞാനുണ്ടാവും. പിന്നെ നമ്മുടെ കുഞ്ഞും. അവളുടെ വയറിൽ കൈകൊണ്ട് തടയുവാൻ പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഇറങ്ങട്ടെ, ലേറ്റായി. പിന്നെ ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാം. ഉച്ചകളൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡിന്നർ നമുക്കിന്ന് പുറത്തു പോവാം. അവൻ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ പറഞ്ഞു. അവൾ സമ്മതമെന്നോണം തലകുലുക്കി. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണം കേട്ടല്ലോ. 2 ദിവസം ഗീത ചേച്ചി ലീവാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു. ഞാൻ നാളെ ഉണ്ടാവും. ഇന്ന് ഒഴിവാക്കാനൊക്കെ ഇല്ല, സൂക്ഷിക്കണേ. അവൻ ബൈക്കിൽ കയറിയിരിക്കുന്നതിനിടയിൽ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചോളാം സിദ്ധു എന്നിങ്ങനെ പറയണം. അവൾ മുഖം കൂർപ്പിച്ച് പറഞ്ഞു. അവൻ പുഞ്ചിരിയോടെ അവൾ നോക്കി ബൈക്കിൽ നിന്നിറങ്ങി ഓടി വന്ന് അവളുടെ കവിളിൽ ചുംബിച്ചു. അവൾക്ക് ഒത്തിരി സ്നേഹവും കുറുമ്പ് വരുമ്പോൾ മാത്രമേ അവൾ സിദ്ധു എന്ന് വിളിക്കാറുള്ളൂ. എന്നാ പോട്ടെ, ദേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. ആരുമില്ലാത്തതാ, ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ലടി. അവൻ ബൈക്കിൽ കയറാൻ മടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ഞാൻ വിളിക്കാം. ഡേറ്റ് അവൻ ഇനിയൊരു വീക്ക് ഉണ്ടല്ലോ. അവൾ ഇടിഞ്ഞു തൂങ്ങിയ വയറിൽ കൈവച്ച് മുറ്റത്തേക്ക് ഇറങ്ങി അവനടുത്തേക്ക് വന്നു നിന്നു. അറിയാം, പക്ഷെ നിനക്ക് മനസ്സിലാവില്ല. ഇത്രയും പൊന്നുപോലെ നോക്കിയിട്ട് എൻ്റെ കണ്ണെത്താത്ത സമയം നിനക്ക് വല്ലതും സംഭവിച്ചാൽ പേടിയടി എനിക്ക്. നമുക്കിപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊപ്പം നിന്നെ നിർത്തിയിട്ട് എനിക്ക് ജോലിക്ക് പോയാൽ മതിയായിരുന്നു. ഇതിപ്പോ ദേ പോയെ, എനിക്കുള്ള ധൈര്യം പോലും നിങ്ങൾക്കില്ലല്ലോ മനുഷ്യ. ഞാൻ വിളിക്കാൻ ശിവേട്ടാ, പേടിക്കാതെ പോയിക്കോ. അവന്റെ കവിളിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവളുടെ കയ്യിൽ ചുംബിച്ച് അവൻ ബൈക്കിൽ മുന്നോട്ട് നീങ്ങി. അവൻ പോയതും അത്രയും സമയം വിദഗ്ധമായി മറച്ചു വെച്ച കണ്ണുനീർ അവളുടെ കണ്ണിൽ നിന്ന് ഇറ്റു വീണു. നിറവയറിൽ കൈ ചേർത്ത് ആ വലിയ വീട്ടിലേക്ക് അവൾ തനിയെ നടന്നു. ഓർമ്മകൾ ഓരോന്നായി ഒരു ചിത്രം പോലെ അവളുടെ കൺമുമ്പിൽ തെളിഞ്ഞു. വയറിൽ കൈ ചേർത്ത് അവൾ തന്റെ ലാപ്പ് ഓൺ ചെയ്ത് അതിലെ ഫോൾഡറുകൾ ഓപ്പൺ ആക്കി വെച്ചു. പുഞ്ചിരി തൂവുന്ന മഠത്തിലെ ഓരോ മുഖങ്ങളെയും അവൾ സ്ക്രീനിൽ നോക്കി നിന്നു. കണ്ണുകൾ പെയ്തു തുടങ്ങിയതും വയറ്റിൽ അനുഭവപ്പെടുന്ന തൊഴിയുമെല്ലാം ആയപ്പോൾ അവൾ വേഗം ഫുഡ് കഴിക്കാൻ നടന്നു. 3 വർഷമായി ഈ തനിയെയുള്ള ജീവിതം തുടങ്ങിയിട്ട്, എല്ലാവരിൽ നിന്ന് എന്നേക്കുമായി വേർപെട്ടു പോന്നിട്ട്. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഓർമ്മകളൊന്ന് പിന്നോട്ട് പോയി. ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തിൽക്കാതെ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ആമി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവളുടെ കാര്യം ആയിഷയും സുബൈദയെ ഏറ്റെടുത്തപ്പോൾ കുഞ്ഞിനെ നാച്ചുവും ഫറയും ഷിബിയെ ഏറ്റെടുത്തു. എണീക്കുമ്പോൾ തൊട്ട് കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങൾ അവർ തന്നെ ചെയ്തു. അവൻ ഉറങ്ങുന്ന സമയവും പാല് കുടിക്കുന്ന സമയവും ഒഴിച്ച് ബാക്കി എല്ലാ സമയവും അവൻ ഷിബിയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കും. ആദി എന്ന പേരിൽ അവൻ മഠത്തിൽ തറവാണ്ട അവകാശിയായി ഉയർന്നു തുടങ്ങി. ആയിഷ കുളിപ്പിച്ചുകൊടുത്ത ആമിയുടെ അരികിൽ നിന്ന് പാല് കുടിച്ചാൽ പിന്നെ അവൻ നാച്ചുവിന്റെ കയ്യിലാണ്. കണ്ണെഴുതലും കുട്ടിക്കുപ്പായിട്ടെടുക്കലെല്ലാം അവൾക്ക് ഹരമുള്ള ജോലിയാണ്. കൂടെ ഫറയും. അത് കഴിഞ്ഞാൽ അവനെ നെഞ്ചിൽ കിടത്തി തലോടിൽ ഷിബിക്കും. എല്ലാവർക്കും അവൻ ആദ്യമായി വളർന്നപ്പോൾ അസ്ലുവിന് അവന് കുഞ്ഞനായിരുന്നു. ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കെ അവന്റെ വളർച്ചയും കൂടി. പയ്യെ ചുറ്റുമുള്ളതിനോട് പ്രതികരിക്കാൻ തുടങ്ങി. ശബ്ദങ്ങളെ തിരിച്ചറിയാൻ പഠിച്ചു. കാഴ്ചകൾക്കനുസരിച്ച് നോട്ടം മാറ്റാൻ തുടങ്ങി. മാറാരോഗ്യമായി കിടന്നിരുന്ന റിയാൻ വിട പറഞ്ഞു. അതോടെ റൂമിയെ ആമി മഠത്തിലേക്ക് കൊണ്ടുവന്നു അവൾക്കൊപ്പം നിർത്തി. അവരിലൊരാളായി അവനും മാറിത്തുടങ്ങി. തന്റെ മോളുടെ സന്തോഷം കാണെ അവരുടെ കണ്ണുകൾ നിർത്താതെ പെയ്തു. അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നവള്. അവർ ആരും കാണാതെ തേങ്ങി. ഷിബി. നിലത്ത് കിടന്ന് മുട്ടിൽ കഴിഞ്ഞ് കളിക്കുന്ന ആദിക്കൊപ്പം ഇരുന്ന് കളിക്കുന്ന ഷിബിയെ അസ്ലു വിളിച്ചു. എന്താടാ? അപ്പോഴേക്ക് അസ്ലുവിന്റെ ശബ്ദം കേട്ട് കുഞ്ഞിച്ചക്കൻ കരയാൻ തുടങ്ങി. ഷിബി അവനെടുത്ത് നെഞ്ചോട് അടക്കി പിടിച്ചു. എന്തിനാണ് അബയുടെ കുഞ്ഞ് കരയുന്നത്? കരയില്ലേ കേട്ടോ, പപ്പയല്ലേ, പേടിച്ചോ? അവൻ അസ്ലുവിനെ ചൂണ്ടി ആദിയെ പുണർന്നുകൊണ്ട് പറഞ്ഞു. അവന് നെഞ്ചിലേക്ക് ആദി ചാഞ്ഞു കിടന്നു. അസ്ലു ഒരു ചിരിയോടെ അവനെ നോക്കി അവന്റെ തളയിട്ട കാലിൽ ചുംബിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഡാ, നീ എന്തോ പറയാമെന്നല്ലോ? ഷിബി അവൻ നോക്കി ചോദിച്ചു. പിന്നെ അസ്ലു ചിരിച്ചുകൊണ്ട് ബൈക്ക് എടുത്തു പോയി. ഇവൻ ഇതെന്തു പറ്റി? അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് ഷിബി പറഞ്ഞു. അപ്പോഴേക്കും അവന് കഴിക്കാനുള്ള കുറുക്കുമായി ആമി വന്നു. ഷിബിയുടെ കയ്യിൽ നിന്നും അവന് വാങ്ങാൻ ഒരുങ്ങിയെങ്കിലും അവൻ ഷിബിയുടെ നെഞ്ചിലേക്ക് തന്നെ ചേർന്നു. അവസാനം ഗതികെട്ട ആമി അവന്റെ മടിയിലിരുത്തിക്കൊണ്ട് തന്നെ അവനെ ഊട്ടേണ്ടി വന്നു. നിനക്ക് നല്ല കുസൃതി കൂടുന്നുണ്ട് കേട്ടോ ആദി, നല്ല അടിവെച്ചിരുന്നു ഞാൻ. അവൾ ഗൗരവത്തോടെ മുഖം കൂർപ്പിച്ച് പറഞ്ഞു. ആദ്യം അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് കയ്യിലുള്ള കുറുക്കിന്റെ പാത്രം ഒറ്റ തട്ടുകൊടുത്തു. പിന്നെ അവളെ കൂർപ്പിച്ച് നോക്കി. എന്താണ് നീ കാണിച്ചേ? ഇത്രയല്ലേ ഉള്ളൂ നീ?
ഒരു കുരുത്തിക്കേട് കണ്ടോ? ആമി കൈ ഉയർത്തി അവന്റെ കാലിലൊരു അടി വെച്ച് കൊടുത്തു. അവൻ തിരിഞ്ഞെന്ന് ഷിബിയെ നോക്കി തേങ്ങി. ഇല്ലടാ, നമുക്ക് മമ്മിയെ ദൂരെ കൊണ്ടുപോയി ഇടാ കേട്ടോ, എന്റെ കൊച്ചിനവൾ തല്ലിയല്ലേ. ഷിബി ഓരോന്ന് പറഞ്ഞ് അവന്റെ കരച്ചിൽ മാറ്റി. പാത്രത്തിൽ ബാക്കിയുണ്ടായിരുന്ന കുറുക്കോരോന്ന് പറഞ്ഞ് അവനെ കൊണ്ട് കഴിപ്പിച്ചു. ചെക്കനാണെങ്കിൽ വണ്ടി വിട്ട് മുഖത്തും ഡ്രസ്സിലെല്ലാം കളഞ്ഞു, കൂടെ ഷിബിയുടെ ദേഹത്തും. അവൻ ആദ്യം കഴുകാനെന്നോണം ആമിയുടെ അരികിലേക്ക് ചെന്നു. ഇന്നാ പിടിച്ചോ, കൊണ്ടുപോയി കുളിപ്പിക്കും. അവനെ അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുണ്ടാവൻ പറഞ്ഞു. നിനക്ക് അഭ്യം മാത്രമേ പറ്റുള്ളൂ. അവൾ വീണ്ടും അവനെ നോക്കി. അവന്റെ കുഞ്ഞിച്ചുണ്ട് മലർത്തി അവൻ കരയാനൊരുങ്ങിയതും ഷിബി അവളെ ദേഷ്യത്തിൽ നോക്കി. നിന്റെ അടുത്ത് വന്ന കൊച്ചിന് കരച്ചിലാണല്ലോ, ഇങ്ങതാ. അവൻ ദേഷ്യത്തിൽ ആദ്യം വാങ്ങി ബാത്റൂമിലേക്ക് നടന്നു. കുഞ്ഞുടുപ്പെല്ലാം മാറ്റി സോപ്പൊക്കെ ഇട്ട് അവനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആമി വാതിൽ ചാരി നോക്കി നിന്നു. ഒരബ്ബയുടെ എല്ലാ കടമയും അവൻ നിറവേറ്റുന്നുണ്ട്. തന്റെ കുഞ്ഞിനെ ആർക്കും നൽകാതെ പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട്. ഷാഹി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയ്ക്ക് കെയർ അവന് കിട്ടില്ലായിരുന്നു. മുഖത്തേക്ക് തെറിച്ച് വീണ വെള്ളത്തുള്ളികളാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. എന്താലോചിക്കുക, പാൽ കൊടുക്കാൻ നീ വേണം, അതെൻ്റെ ഇല്ല. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും ജാളിതയോടെ അവൾ കുഞ്ഞിനെ വാങ്ങി റൂമിലേക്ക് നടന്നു. അവനൊരു ചിരിയോടെ അവളെ നോക്കി നിന്നു. അവളും ഷിബിയെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു. അവന് പാൽ കൊടുത്ത് തട്ടി ഉറക്കിക്കൊണ്ടിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. സുബൈദയുടെ സഹോദരനും ഭാര്യയും അനിയത്തിയും ഭർത്താവും എല്ലാം എത്തി. അവരെല്ലാം വന്നപ്പോൾ ആമി റൂമിലേക്ക് തന്നെ ചുരുങ്ങി. അർത്ഥം വെച്ചുള്ള അവരുടെ സംസാരവും കുത്തുവാക്കുകളും ഒത്തിരി കേട്ടതുകൊണ്ട് ഇനിയും അതിന് അവസരം കൊടുക്കേണ്ടെന്ന് കരുതി അവൾ ആദിക്കൊപ്പം കിടന്നു. അപ്പോഴാണ് ഡോറിൽ മുട്ടുന്നത് കേട്ടത്. അവൾ ഷോൾ നേരിട്ട് ഡോർ തുറന്നു. കുളിച്ചീറിനോടുകൂടി ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റും ഇട്ട് നിൽക്കുന്ന അവനെ അവൾ കൗതുകത്തോടെ നോക്കി. നീ കഴിക്കുന്നില്ലേ? വാ. അവൻ അവളുടെ നോട്ടം അവഗണിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം, ഷിബി പൊക്കോ. അവൾ തിരിഞ്ഞടക്കാൻ ഒരുങ്ങി. അതെന്താ? അവളുടെ കൈത്തണ്ടിയിൽ പിടുത്തമിട്ടുണ്ടാകാൻ ചോദിച്ചു. എനിക്ക് വിശപ്പില്ല. അവൾ അവനെ നോക്കാതെ തിരിഞ്ഞെന്ന് മറുപടി കൊടുത്തു. നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലേ? സമയം 1 മണി കഴിഞ്ഞു, വന്ന് കഴിക്കാൻ നോക്ക്. എനിക്ക് വേണ്ട ഷിബി, അവൻ വീണ്ടും പറഞ്ഞു. നിനക്ക് വേണേ നീ കഴിക്കണമെന്ന് കരുതും. എൻ്റെ ആദിക്ക് പാൽ കുടിക്കാനുള്ളതാ. നീ വല്ലതും കഴിച്ചാൽ അതിന് വല്ലതും കിട്ടും. മര്യാദക്ക് വാ. അവൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ഞാനില്ല, പ്ലീസ്, അവരൊക്കെ ഉണ്ട് അവിടെ, ഞാൻ പിന്നെ കഴിച്ചോളാം. അവൾ നിസ്സഹായായി പറഞ്ഞു. അവനവളുടെ മുഖത്തേക്ക് നോക്കി. ആരും ഒന്നും പറയില്ല, നീ വാ, അവർക്ക് ഇപ്പം അങ്ങ് പോകും. നീയേ ഈ വീട്ടിലുള്ളതാ. അവളുടെ കയ്യും പിടിച്ച് വലിച്ച് അവൻ കോണിപ്പടികൾ ഇറങ്ങി ടേബിളിൽ ചെന്ന് നിന്നു. എല്ലാവരും ഹാളിൽ ടേബിളിന് ചുറ്റും സീറ്റ് ഉറപ്പിച്ചിരുന്നു. ഇവൻ ഇപ്പോഴും ഇവൾക്ക് പിന്നാലെയാണോ? അവളുടെ ചേർത്ത് പിടിച്ച കൈയിലേക്ക് നോക്കി സുബൈദയുടെ അനിയത്തി ചോദിച്ചു. അവൾ തലകുമ്പിട്ട് നിന്നു. ഷിബി അവളുടെ കൈ പിടിച്ച് ഏറ് വലിച്ച് അവിടേക്ക് ഇരിക്കാൻ കണ്ണ് കാണിച്ചു. അവൾ അവനെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. അവൻ തന്നെ അവൾക്കുള്ള ഫുഡ് വിളമ്പി. കഴിക്ക്. അവൻ പതിയെ അവളെ നോക്കി പറഞ്ഞു. അവൾ മറ്റാരെയും നോക്കാതെ തലകുമ്പിട്ട് കഴിക്കാൻ തുടങ്ങി. ഷിബി, നീ ഇവളുടെ പിറകെ നടക്കുവാണോ? ഒരുത്തനെ മയക്കി വീഴ്ത്തി കൊലക്കൊടുത്തു, ഇനി നിന്നെയും. അവർ വീണ്ടും രൂക്ഷമായി പറഞ്ഞു. അവൻ ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കൽ തുടർന്നു. ആരുടെ കൊച്ചാണെന്ന് ആരറിഞ്ഞു? ഷാഹിയുടെ ആണെന്ന് ഇവള് പറയുന്ന അല്ലാതെ എന്തെങ്കിലും തെളിവുണ്ടോ? ചുമ്മാ ഒരു തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി. അവർ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ ടേബിളിലെ ചില്ലി ഗ്ലാസ് നിലത്തേക്ക് തെറിച്ച് വീണ് ഉടഞ്ഞു കഴിഞ്ഞിരുന്നു. എല്ലാവരും പേടിയോടെ എണീറ്റ് ദേഷ്യത്തിൽ നിൽക്കുന്ന ഷിബിയെ നോക്കി. എന്ത് തെളിവാ വേണ്ടത്? അവൻ മാക്സിമം ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങൾക്ക് നാവില്ലേ ഇപ്പോ? എന്ത് തെളിവാ വേണ്ടെന്ന്? അവൻ എന്റെ ആദി, അവൻ എന്റെ മോനാ, എന്റെ ഷാഹി ജന്മം കൊടുത്ത എന്റെ മോൻ. ഇനി എങ്ങാൻ അവനെ തന്തയില്ലാത്തവനെന്ന് ആരെങ്കിലും വിശേഷിപ്പിച്ചാ ആരിഞ്ഞു കളഞ്ഞാൻ. അവൻ ദേഷ്യത്തിൽ അടിമുടി വിറക്കുകയായിരുന്നു. ആമി കരച്ചിൽ പുറത്തേക്ക് വരാതെ പതിയെ തേങ്ങിക്കൊണ്ട് നിന്നു. ഇനി ഇവളല്ലേ? ഇവളെ എനിക്കൊപ്പം ഈ വീട്ടിൽ നിൽക്കുന്നല്ലേ നിങ്ങളുടെ പ്രശ്നം? ഇവളെ ഞാൻ കെട്ടാൻ പോവാ, എന്റെ പെണ്ണായിട്ട്, എന്റെ ആദിയുടെ ഉമ്മിയായിട്ട്. ഈ ഷീബിൽ മുസ്തഫയുടെ ഭാര്യ എന്ന പേരിലായിരിക്കും ഇനി ഇവളിവിടെ ഉണ്ടാവുക. അവന്റെ ഉറച്ച കനത്ത ശബ്ദം ആ വീടിനെ ഒന്നാകെ ഇളക്കി മറിച്ചു. ആമി ഞെട്ടലോടെ അവനെ നോക്കി. ബാക്കിയുള്ളവരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. എന്താടി, നിനക്ക് വല്ല തീർപ്പുണ്ടോ? അവന്റെ ഗർജനം കേട്ട് അവൾ അടിമുടി വിറച്ചു. ഉണ്ടോന്ന്? അവൻ വീണ്ടും അലറി. അവൾ യാന്ത്രികമായി പേടിയോടെ ഇല്ലെന്ന് തലയനക്കി. അപ്പോഴേക്കും ശബ്ദം കേട്ട് ആദി കരയാൻ തുടങ്ങിയിരുന്നു. അവൻ ആമിയെ നോക്കി. ചെല്, മോകരയുന്നു. അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. അവൾ വേഗം മുകളിലേക്ക് ഓടിക്കയറി. റൂമിൽ ചെന്ന് ആദ്യം നെഞ്ചോടടക്കി പിടിച്ച് അവൾ പൊട്ടിക്കറങ്ങി. അവന് ഒന്നറിയാതെ വലിയ വായിൽ നിലവിളിച്ചു. ആബി! അവന്റെ അലർച്ച മുകളിലെ മുറിയിൽ മുഴങ്ങി. അവൾ പേടിയോടെ കുഞ്ഞിന്റെ വായിലേക്ക് മാറിടം ചേർത്ത് വെച്ചു. അവന്റെ കരച്ചിൽ പയ്യെ അടങ്ങി. അവൻ അവരെ രൂക്ഷമായി നോക്കി. ഉമ്മിയെ കാണാൻ വന്നാണ് ഈ കണ്ടോണം, സംസാരിച്ചോളാം, പൊക്കോണം. അതിനിടയിൽ ഇവിടെ വന്ന് വല്ല. അവനൊരു താക്കിയതോടെ അവർ നോക്കി കഴുകി പുറത്തേക്ക് നടന്നു. ഷിബി, ഡാ, നീ ഒന്നും കഴിച്ചില്ല? സുബൈദ അവന് പിന്നാലെ വന്ന് ചോദിച്ചു. അവരുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്ക്, കുറച്ച് സമയം മിണ്ടാണ്ടിരിക്കട്ടെ. അവൻ ദേഷ്യത്തിൽ പറഞ്ഞ് ബൈക്കെടുത്ത് പോയി. റൂമിൽ ആമി വിറയിലോടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴും അലർച്ചയും വാക്കുകളും കാതിൽ മുഴങ്ങുന്നു. ഷാഹിയെ പോലെയല്ല ഷിബി. അവനിടഞ്ഞാൽ മരിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ലെന്ന ഷാഹിയുടെ വാക്കുകൾ അവളുടെ കാതിൽ വന്ന് പതിഞ്ഞു. എങ്കിലും അവളുടെ മുഖത്തൊരു കുഞ്ഞു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആദി
അവനൊരിക്കലും തനിയെ ആവില്ല എന്ന്. അവനൊപ്പം അവൻ്റെ അബ്ബയുണ്ട്. ഇതേ സമയം ഒഴിഞ്ഞൊരിടത്ത് ചുണ്ടിലെരിയുന്ന സിഗരറ്റിന്റെ പുകയെ അവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ദേഷ്യത്തോടെ മുഷ്ടിയുരുട്ടി നിന്നു. രാത്രി ഒത്തിരി ഇരുട്ടിയിട്ടും ഷിബിയെ വീട്ടിലേക്ക് കാണാതെ വന്നപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഭയം മുട്ടിട്ട് തുടങ്ങി. ആദ്യമാണെങ്കിൽ അബ്ബയെ വിളിച്ച് അലർച്ച തുടങ്ങിയതിന് പിന്നാലെ കിടക്കാനൊരുങ്ങിയ നസ്ലുവും നാച്ചുവും അവന്റെ കരച്ചിൽ കേട്ട് ആമിയുടെ അടുത്തേക്ക് വന്ന് അവനെടുത്ത് വീട്ടിലേക്ക് നടന്നു. അപ്പോഴും ആമിയുടെ മുഖത്ത് തെളിയുന്ന വെപ്രാളവും ഇടയ്ക്കിടയ്ക്ക് ഗേറ്റിലേക്ക് നീളുന്ന കണ്ണുകളും കണ്ട് അസ്ലു ചെറുചിരിയോടെ നാച്ചുവിനെ കാണിച്ചു കൊടുത്തു. അവളൊരു പുഞ്ചിരിയോടെ നോക്കി നിന്നു. ശേഷം ആദ്യം എടുത്ത് വീട്ടിലേക്ക് നടന്നു. നിന്റെ കാമുകിന് വേറെ അവകാശികളൊന്നും ഇട്ടോ നാച്ചു? ഒരു കൈയിൽ ആദ്യയും പിടിച്ച് മറുകൈ നാച്ചുവിന്റെ വയറിൽ മുറുക്കിയവൻ പറഞ്ഞു. ആ അങ്ങനെയല്ല, ആ ചെക്കനെ നേരെ നിൽക്കട്ടേന്ന്. അവളും പുഞ്ചിരിയോടെ ആദിയുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. നീടായിട്ട് തന്നെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ നാച്ചു, അവനൽപ്പം പരിഭവത്തോടെ പറഞ്ഞു. എങ്ങനെയാണ് ആ സാർ ഉദ്ദേശിച്ചത്? അവളും കുസൃതിയോടെ ചോദിച്ചു. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരണോ? അവളുടെ വയറിൽ കൈയൊന്ന് മുറുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അവളൊരു പിടച്ചിലോടെ അവനെ നോക്കി. അപ്പോഴാണ് ഷിബിയുടെ ബൈക്ക് ഗേറ്റ് കടന്ന് കയറുന്നവർ കണ്ടത്. ഇപ്പൊ വരും എന്റെ മോനെ ഇവിടുന്ന് ചോദിച്ച് ഉള്ളിലേക്ക് കയറണ്ട, ഇവിടെ ഇരിക്കാൻ. നാച്ചുവന്റെ വരവ് കണ്ട് സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് അസ്ലുവിനോട് പറഞ്ഞു. അവനൊരു ചിരിയോടെ അവളെ നോക്കി നിന്നു. അവൾ ആദ്യം മടിയിൽ വെച്ച് കൊഞ്ചിക്കുന്ന തിരക്കിലാണ്. അവന്റെ തുടുത്ത കവിൾ പിടിച്ചു വലിച്ചും ചുംബിച്ചുമെല്ലാം അവനെ ഇക്കിളിപ്പെടുത്തിയിരുന്നു. അവനാണെങ്കിൽ കുഞ്ഞിമോണ കാട്ടി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ദാ ഓനെന്തിയെ? ഷിബി അസ്ലുവിന്റെ വീട്ടിലേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വഴി ചോദിച്ചു. ഇവിടെയുണ്ട്. അവൻ പുഞ്ചിരിയോടെ കളിച്ചുകൊണ്ടിരിക്കുന്ന നാച്ചുവിനെ ആദ്യം നോക്കി പറഞ്ഞു. അവൻ വേഗം വന്നു നിന്നും അവളുടെ കയ്യിൽ നിന്ന് കുതിരി ആദ്യം ഷീബിയുടെ അടുത്തേക്ക് പോകാൻ ബഹളം വെച്ചു തുടങ്ങി. കണ്ടോ ചെക്കന് ഇതുവരെ എനിക്ക് പേരുന്ന് കളിക്കായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ അവനെ കണ്ടപ്പോ? കുറുമ്പോടെ ആദ്യം ഷീബിയെ ഏൽപ്പിച്ച് നാച്ചു പറഞ്ഞു. അസ്ലു ഒന്നും മിണ്ടാതെ സ്റ്റെപ്പിൽ ഇരുവരെയും നോക്കിയിരുന്നു. എന്താടാ, വേണമെങ്കിൽ ഒന്നിനും ഉണ്ടാക്കാൻ നോക്ക്, ഇതിനെ നോക്കി വെള്ളർക്കിയിട്ട് കാര്യമില്ല. അവൻ ആദ്യം ചുംബിച്ചുകൊണ്ട് നെഞ്ചോടി ഉയർത്തി പിടിച്ച് അസ്ലുവിനോട് പറഞ്ഞു. ഓ ഉത്തരവ്. അസ്ലു തൊഴുകയോടെ എണീറ്റ് നിന്ന് നാച്ചുവിനെ ചേർത്ത് പിടിച്ചു. എന്നാൽ ശരി, ഞാൻ ചെല്ലട്ടെ. അവൻ ആദ്യം മുകളിലേക്ക് ഉയർത്തി കഴുത്തിലേക്ക് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. ദാ പോവാൻ തുനിഞ്ഞ് അവൻ അസ്ലു വിളിച്ചു. അവൻ എന്താണെന്നുള്ള രീതിയിൽ തിരിഞ്ഞു. നാച്ചു അതേ ചെല്ലു, മഞ്ഞു വീഴ്ച കാണും, ഞാൻ വരാം. അവൻ പറഞ്ഞു. അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. എന്താടാ? ഷീബി അവനെ നോക്കി. നിനക്കിവനെ സ്വന്തമായി കൂടെ? അവൻ്റെ കഴുത്തിലൂടെ ഇരുവശത്തെയും കാറിട്ടിരിക്കുന്ന ആദ്യം നോക്കി അവൻ ചോദിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.